ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. കുണ്ടലിനി ജാഗരണം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വലിയ ശക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ കഴിയും. അതുവഴി അത്ഭുത സിദ്ധികൾ കൈവരിക്കാം. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ യോഗയും ധ്യാനവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സങ്കല്പശക്തി വർദ്ധിക്കുന്നു. അതിലൂടെ നിങ്ങളുടെ ഏത് ആഗ്രഹവും പൂർത്തിയാക്കാൻ സാധിക്കും. കുണ്ടലിനി ശക്തികളെ ഉണർത്തുക എന്നത് നഗ്നപാതനായി മുള്ളിലൂടെ നടക്കുന്നത് പോലെയാണ്. കുണ്ടലിനി ശക്തികളെ ഉണർത്തുന്നത് എത്രത്തോളം എളുപ്പമാണോ അത്രത്തോളം തന്നെ അപകടകരവുമാണ്. അതിനാൽ ഒരു യഥാർത്ഥ ഗുരു ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുണ്ടലിനി ശക്തിയെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ത്രാടകത്തിനു വേണ്ടി ചെയ്തതുപോലെ ഓരോ കാര്യവും വിസ്തരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ താൽപര്യം അറിയിക്കുക. പ്രാണായാമം എന്നാൽ എന്ത്? അത് എങ്ങനെ ചെയ്യുന്നു? ഏതൊക്കെ മുദ്രകളാണുള്ളത്? ബന്ധങ്ങൾ എന്നാൽ എന്ത്? അവ എങ്ങനെ പ്രയോഗിക്കുന്നു? തുടങ്ങിയ വിശദമായ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുണ്ടലിനി ജാഗരണം ചെയ്യേണ്ടതിന്റെ ശക്തികൾ എങ്ങനെ അനുഭവിക്കാം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, കുണ്ടലിനി ജാഗരണത്തിന് ആവശ്യമായതെല്ലാം എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക രീതി അല്ലെങ്കിൽ ഒരു സാധന പറഞ്ഞുതരാം. അതിലൂടെ കുണ്ടലിനി ശക്തിയോ അതിൽ നിന്ന് ലഭിക്കുന്ന സിദ്ധികളോ 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അത് വീഡിയോയുടെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുണ്ടലിനി ശക്തിയെ ഉണർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ശക്തിപാതവും യോഗസാധനയും ചെയ്യുക എന്നതാണ്. സാധനയിലൂടെയാണ് നിങ്ങൾ കുണ്ടലിനി ഉണർത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ യോഗയുടെ മാർഗം പിന്തുടർന്ന് കർമ്മയോഗം, ഭക്തിയോഗം, ഹഠയോഗം എന്നിവയിലൂടെ ഗുരുകൃപയ്ക്ക് പാത്രമാകേണ്ടതുണ്ട്. കുണ്ടലിനി ഉണർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ശരീരം ആരോഗ്യത്തോടെ വെക്കുക. ശരീരത്തെ പ്രാണശക്തിയാൽ സമൃദ്ധമാക്കുക. അതിനായി ദിവസവും പ്രാണായാമം ചെയ്യുക. യോഗയുടെയും മെഡിറ്റേഷന്റെയും സഹായത്തോടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യവാനായി വെക്കാൻ സാധിക്കും. പ്രാണായാമത്തിലൂടെ പല സിദ്ധികളും തനിയെ ലഭിക്കും. അതിനായി ഞാൻ പ്രത്യേക വീഡിയോ ചെയ്തുതരാം. കുണ്ടലിനി ശക്തി ഉണർത്താൻ ബീജമന്ത്രങ്ങൾ ജപിക്കുക. അതിലൂടെ നിങ്ങളുടെ കുണ്ടലിനി ശക്തിയിൽ ഊർജം പ്രവഹിക്കാൻ തുടങ്ങും. യോഗാസനങ്ങൾ നിങ്ങൾക്ക് ഒരു എനർജി ബൂസ്റ്റർ പോലെ പ്രവർത്തിക്കുന്നു. എത്ര നേരം നിങ്ങൾക്ക് ഒരു ആസനത്തിൽ ഇരിക്കാൻ കഴിയുന്നുവോ അത്രയും വേഗത്തിൽ കുണ്ടലിനി ശക്തി ഉണരാൻ തുടങ്ങും. പത്മാസനമോ സിദ്ധാസനമോ ഏത് ആസനമായാലും കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ വരെ ഇരിക്കാൻ സാധിച്ചാൽ കുണ്ടലിനി ശക്തി ഉണർന്നു തുടങ്ങും. അവസാനത്തെ പോയിന്റ് ഏറ്റവും അത്ഭുതകരമാണ്. ഇതിൽ നിങ്ങൾ ഗുരുകൃപയ്ക്ക് പാത്രമാകണം. നിങ്ങളൊരു നല്ല ശിഷ്യനാണെന്നോ യോഗമാർഗത്തിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നോ ഗുരു കണ്ടാൽ അദ്ദേഹം നിങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപാദത്തിലൂടെ കുണ്ടലിനി ഉണർത്തിത്തരികയും ചെയ്യും. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരമൊരു ഗുരുവിനെ കണ്ടെത്തുക വളരെ പ്രയാസകരമാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ 7 ചക്രങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഒന്നാമത്തെ ചക്രം ഏറ്റവും താഴത്തെ ഭാഗത്തതായത് നാഭിക്കും താഴെ മൂത്രേന്ദ്രിയത്തിന് അല്പം മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ പേര് മൂലാധാര ചക്രം എന്നാണ്. മൂലാധാര ചക്രത്തിന് മുകളിൽ സ്വാധിഷ്ഠാന ചക്രം, അതിനു മുകളിൽ മണിപൂര ചക്രം, അതിനു മുകളിൽ അനാഹത ചക്രം, പിന്നെ വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, അവസാനമായി സഹസ്രാര ചക്രം എന്നിവയാണുള്ളത്. കുണ്ടലിനി ജാഗരണത്തിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. കുണ്ടലിനി ഉണർത്തുന്നതിലൂടെ ഒട്ടനവധി ലാഭങ്ങളുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന സാധകർ അത് ചെയ്യുന്നതിനു മുൻപ് അതിന്റെ ദോഷങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. കുണ്ടലിനി ജാഗരണത്തിലൂടെ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളെക്കുറിച്ച് അറിയാതെ ഒരിക്കലും അത് ചെയ്യാൻ ശ്രമിക്കരുത്. ഗുരു കൃപയോ മാർഗനിർദ്ദേശമോ ഇല്ലാതെ ചെയ്താൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ കേട്ട് നിങ്ങൾ അത്ഭുതപ്പെടും. മാനസിക നില തെറ്റുക, ഭ്രാന്ത് വരിക, ഭ്രമങ്ങൾ ഉണ്ടാവുക, അസാധാരണമായ കാര്യങ്ങൾ കാണുക, അജ്ഞാതമായ ശബ്ദങ്ങൾ കേൾക്കുക, തലകറക്കം, തലവേദന അല്ലെങ്കിൽ നിങ്ങളിൽ ഭയം ജനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക എന്നിവയെല്ലാം സംഭവിക്കാം. അതിനാൽ ഗുരുവിനെ കൂടാതെ ഒരു പരീക്ഷണവും ചെയ്യരുത്. കുണ്ടലിനി ഉണർത്തുന്നതിന് മുൻപ് നിങ്ങളെ അതിന് യോഗ്യനാക്കി മാറ്റുക. കുണ്ടലിനി ഉണർത്താൻ സഹായിക്കുന്ന ചില ആസനങ്ങളും പ്രാണായാമങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് പതിവായി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. കുണ്ടലിനി ഉണർത്താൻ ആദ്യം വേണ്ടത് നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുക എന്നതാണ്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് യോഗയും ധ്യാനവും പതിവായി ചെയ്യുക.
കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ത്രാടകത്തിലൂടെ ധ്യാനം പറഞ്ഞു തന്നിരുന്നു. അത് കുണ്ടലിനി ഉണർത്താൻ ഏറ്റവും വേഗത്തിൽ സഹായിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് പ്രാണായാമമാണിതിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. പ്രാണായാമത്തിലൂടെ നിങ്ങളുടെ പ്രാണനെ സൂക്ഷ്മമാക്കാൻ സാധിക്കും. പ്രാണൻ എത്രത്തോളം സൂക്ഷ്മമാകുന്നുവോ അത്രയും വേഗത്തിൽ കുണ്ടലിനി മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. ഇതിനോടൊപ്പം മുദ്രകളും അഭ്യസിക്കണം. പലതരം മുദ്രകളുണ്ടവ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഊർജത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. നാലാമത്തേത് മന്ത്രജപമാണ്. ഗുരു നൽകിയിട്ടുണ്ടെങ്കിൽ ഗായത്രി മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ ഓം ജപം എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഗുരുവിന്റെ ശരണത്തിൽ ഇരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഗുരുവിനെ കൂടാതെ ഇത് ചെയ്യരുത്. കാരണം ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന മുദ്രകളും ബന്ധങ്ങളും ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ചെയ്യുന്നതാണ് ഉചിതം. കുണ്ടലിനി ജാഗരണം സങ്കീർണവും സംവേദനക്ഷമവുമായ ഒരു പ്രക്രിയയാണ്. ഇതിന് അനുഭവ പരിചയമുള്ള ഗുരുവിന്റെ മാർഗനിർദ്ദേശം അത്യാവശ്യമാണ്. കുണ്ടലിനി ജാഗരണത്തിന് സഹായിക്കുന്ന ചില ബീജമന്ത്രങ്ങളുണ്ട്. നമുക്ക് ചക്രങ്ങളുടെ പേര്, മൂലകം, ബീജമന്ത്രം, നിറം എന്നിവ അറിയാം. ഒന്നാമത്തത് മൂലാധാര ചക്രം. ഇത് ഗുദദ്വാരത്തിന് അടുത്താണ്. ഇതിൽ പൃഥ്വിമൂലകം അടങ്ങിയിരിക്കുന്നു. ബീജമന്ത്രം ലം, നിറം ചുവപ്പ്, ദേവൻ, ഗണപതി. രണ്ടാമത്തേത് സ്വാധിഷ്ഠാന ചക്രം, ജലമൂലകം, ബീജമന്ത്രം വം, നിറം ഓറഞ്ച്. മൂന്നാമത്തേത് മണിപൂര ചക്രം, അഗ്നിമൂലകം, ബീജമന്ത്രം രം, നിറം മഞ്ഞ. നാലാമത്തേത് അനാഹത ചക്രം, വായുമൂലകം, ബീജമന്ത്രം യം, നിറം പച്ച. അഞ്ചാമത്തേത് വിശുദ്ധി ചക്രം, ആകാശമൂലകം, ബീജമന്ത്രം ഹം, നിറം ആകാശനീല. ആറാമത്തേത് ആജ്ഞാചക്രം. ഇതിന് പ്രത്യേക മൂലകമില്ല, ബീജമന്ത്രം ഷം, നിറം നീല. ഏഴാമത്തേത് സഹസ്രാര ചക്രം, ബീജമന്ത്രം ഓം, നിറം വയലറ്റ്. കുണ്ടലിനി ഇവിടെ വന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഓം ജപിക്കുന്നത്. ഇനി യോഗാസനങ്ങളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും അറിയാം. കുണ്ടലിനി ജാഗരണം യോഗ പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ ആസനം, പ്രാണായാമം, ബന്ധങ്ങൾ, ത്രാടകം എന്നിവ വളരെ പ്രധാനമാണ്. പതിവായി അഭ്യസിക്കേണ്ട ബന്ധങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം ഉഡ്ഡിയാന ബന്ധം അഥവാ ഉദ്ദിയാന ബന്ധ. ഇതിൽ ശ്വാസം പൂർണ്ണമായും പുറത്തുവിട്ട് വയർ ഉള്ളിലേക്ക് വലിച്ച് നട്ടെല്ലിനോട് ചേർക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തെ മൂലബന്ധം. ഗുദദ്വാരവും ജനനേന്ദ്രിയ ഭാഗവും മുകളിലേക്ക് വലിച്ചു പിടിക്കുന്ന രീതിയാണിത്. ജലന്ധര ബന്ധ. ശ്വാസം പുറത്തുവിട്ട് ഉഡ്ഡിയാന ബന്ധവും മൂലബന്ധവും ചെയ്ത ശേഷം താടി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രീതിയാണിത്. ഈ മൂന്ന് ബന്ധങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതിനെ മഹാബന്ധം എന്ന് വിളിക്കുന്നു. മഹാബന്ധം ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലേക്കോ പുറത്തേക്കോ എടുക്കാൻ പാടില്ല. ഇത് പരമാവധി സമയം അഭ്യസിക്കാൻ ശ്രമിക്കണം. അടുത്തത് ത്രാടക അഭ്യാസമാണ്. ഇതിലൂടെയും കുണ്ടലിനി ഉണർത്താം. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുണ്ടലിനി ജാഗരണത്തിനുള്ള ഏറ്റവും ലളിതമായ മാർഗം പറഞ്ഞുതരാം. ഇതിൽ ഗുരുവിന്റെ ആവശ്യമില്ല, അപകടങ്ങളുമില്ല. നിങ്ങളുടെ എല്ലാ ജോലികളും നടക്കും, കുണ്ടലിനിയും ഉണരും. അത് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും നാമജപവുമാണ്. ഭക്തിയിലൂടെ സുഷുമ്നാ നാഡി തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങും. നാമജപം എങ്ങനെ ചെയ്യണം എന്നൊരു പ്രക്രിയയുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ 30 മുതൽ 40 വരെ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ലഭിച്ചു തുടങ്ങും. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭക്തിയുള്ള ദൈവം ഏതാണെന്ന് തീരുമാനിക്കുക. ആ ദൈവത്തിന്റെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേര് മനസ്സിൽ വിചാരിക്കുക. കണ്ണുകളടച്ച് ആ പേര് മനസ്സിന്റെ സ്ക്രീനിൽ എഴുതുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് രാമ എന്ന നാമം ഇഷ്ടമാണെങ്കിൽ മനസ്സിൽ രാമ എന്ന് എഴുതുക. അത് നോക്കി നിൽക്കുക. മാഞ്ഞുപോയാൽ വീണ്ടും എഴുതുക, വീണ്ടും നോക്കുക. ഈ പ്രക്രിയ ദിവസവും ചെയ്യുക. ആ പേര് 30 മിനിറ്റ് വരെ മായാതെ മനസ്സിൽ നിൽക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ശക്തികൾ അനുഭവപ്പെട്ടു തുടങ്ങും. വിവരിക്കാൻ കഴിയാത്ത സിദ്ധികൾ ലഭിക്കും. ഇതിനായി ബ്രഹ്മചര്യം പാലിക്കുക, ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നീ മുൻകരുതലുകൾ എടുക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യുക.